ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കഥ അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ദിവ്യയുടെയും ഫ്രണ്ടിൻ്റെയും ഒപ്പം ചേർന്ന് നിധിക്ക് പുതിയൊരു ആർക്കിടെക്ട് ബിസിനസ് തുടങ്ങാനായിട്ട് 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം നിധിയെ സഹായിക്കാൻ മറ്റു വഴികളില്ലാതെ വിഷമിക്കുന്ന സുധീഷാണെങ്കിൽ ഒടുവിൽ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ്. താൻ ജോലി ചെയ്യുന്ന ട്രാവൻസിലെ ഉടമയായ തോമസ് ഏട്ടൻ്റെ ഡ്രോയറിലിരുന്ന 5 ലക്ഷം രൂപ ആരും കാണാതെ സുധീഷ് എടുക്കുന്നു. പുതിയ വണ്ടിക്ക് അഡ്വാൻസ് നൽകാൻ വെച്ചിരുന്ന പണം കാണാതായതോടെ തോമസ് ഏട്ടൻ ആകെ തകർന്നു പോവാണ്. വളരെ വിഷമത്തോടും ദേഷ്യത്തോടും കൂടി കിളിക്കൂട്ടിലേക്ക് ഓടിയെത്തുന്ന തോമസ് ഏട്ടൻ സുധീഷിനോട് പണത്തെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ ഭയം കാരണം സുധീഷ് സത്യം മറച്ചു വെക്കുകയും പണം എടുത്തില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. പക്ഷേ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തോമസ് ഏട്ടൻ ഞെട്ടിപ്പോകുന്നുണ്ട്. താൻ അനിയനെ പോലെ വിശ്വസിച്ച സുധീഷാണ് കള്ളൻ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പണം തിരിച്ചു ചോദിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുന്നു. തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് സുധീഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ തോമസ് ഏട്ടൻ ഈ വിവരം സുഭാഷിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ച സുഭാഷും നിധിയും കടുത്ത ടെൻഷനോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയാണ്. സ്റ്റേഷൻ മുറ്റത്ത് വെച്ച് സുഭാഷ് നിധിയോട് പറയുന്നുണ്ട്, മോൾ അകത്തേക്ക് കയറണ്ട, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. എന്നാൽ തൻ്റെ ഭർത്താവ് കാരണം ഉണ്ടായ പ്രശ്നമായതിനാൽ താനും കൂടെ വരാമെന്ന് നിധി നിർബന്ധം പിടിക്കുന്നു. അകത്ത് കയറി കോൺസ്റ്റബിളിനോട് സുധീഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മോഷണ കേസ് ആയതിനാൽ അവനെ ലോക്കപ്പിൽ അടച്ചിരിക്കുകയാണെന്നും ഇൻസ്പെക്ടറെ പോയി കാണാനും കോൺസ്റ്റബിൾ ആവശ്യപ്പെടുന്നു. ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ കണ്ട് സുഭാഷും നിധിയും ആകെ തകർന്നു പോവാണ്. സുധീഷിൻ്റെ മുഖത്താകെ അടിയേറ്റതിൻ്റെ മുറിവുകളും ചതവുകളുണ്ട്. തുടർന്ന് സുഭാഷ്, എടാ സുധീഷേ, നിന്നെ അവരടിച്ചോ? നീ ശരിക്കും ആ പണം എടുത്തോ? ഇല്ലെന്ന് വാ തുറന്ന് പറയടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഓഫീസിൽ കൊണ്ടുവന്ന ആ 5 ലക്ഷം രൂപ മോഷ്ടിച്ച പണമായിരുന്നു എന്ന് നിധിയും ചോദിക്കുന്നു. സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ കുറ്റബോധത്തോടെ തല താഴ്ത്തി നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് പോലീസുകാരൻ്റെ കാല് പിടിക്കാത്ത കുറവായി അപേക്ഷിക്കുന്നുണ്ട്. സാർ, അവൻ ചെയ്തത് വലിയ തെറ്റാണ്. ആ പണം ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്. ആ പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. കേസ് ഒഴിവാക്കണം. എന്നാൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു എന്നും പരാതിക്കാരനായ തോമസ് കേസ് പിൻവലിച്ചാൽ മാത്രമേ സുധീഷിനെ വിടാൻ കഴിയൂ എന്നും ഇൻസ്പെക്ടർ കർക്കശമായി തന്നെ പറയുന്നുണ്ട്. ഇനി അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ നിധി സുഭാഷിനെയും കൂട്ടി താൻ പങ്കാളിയാകാനിരുന്ന പുതിയ ഓഫീസിലേക്ക് ചെല്ലുന്നു. സുഭാഷിനെ പുറത്തു നിർത്തിയതിന് ശേഷം നിധി കടുത്ത ടെൻഷനോടെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിധിയുടെ ഭാവം കണ്ട് ദിവ്യ ചോദിക്കുന്നുണ്ട്, നിധി എന്തു പറ്റി? എന്താ ഇത്ര ടെൻഷൻ? നിധിയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ പറയുന്നുണ്ട്, ദിവ്യേ, ഞാൻ ഇന്നലെ തന്ന 5 ലക്ഷം രൂപ നിങ്ങൾ ചിലവാക്കിയോ? അതോ കയ്യിലുണ്ടോ? എനിക്കത് ഇപ്പം തന്നെ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു ചോദ്യം കേട്ട് ദിവ്യയും ശോഭനയും അത്ഭുതപ്പെടുന്നു. അപ്പം നിധിയാണെങ്കിൽ തൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നു. തനിക്ക് പങ്കാളിത്തമൊന്നും വേണ്ട, ശമ്പളമില്ലാതെ ആർക്കിടെക്റ്റായിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്തോളാം. പക്ഷേ ആ 5 ലക്ഷം രൂപ ഉടനെ തന്നെ തിരിച്ചു നൽകണം. ഭാഗ്യത്തിന് ആ പണം അവർ ചിലവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിധിയുടെ അവസ്ഥ കണ്ട് ദിവ്യ ബാഗിൽ നിന്നും ആ പണം എടുത്തു നൽകുന്നു. പണവുമായിട്ട് പുറത്തേക്ക് ഓടി വന്ന നിധി സുഭാഷിനോട് സത്യം വെളിപ്പെടുത്തുന്നു. താൻ ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ നൽകിയ പണമായിരുന്നു അതെന്നും അതിനു വേണ്ടിയാണ് സുധീഷ് തോമസ് ഏട്ടൻ്റെ ഓഫീസിൽ നിന്നും പണം മോഷ്ടിച്ചതെന്നും നിധി പറയുന്നുണ്ട്. സമയം വൈകിയാൽ സുധീഷിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നതിൽ അവർ വേഗം ഒരു ഓട്ടോ പിടിച്ച് ട്രാവൽസിലേക്ക് തിരിക്കുന്നു. ട്രാവൽസിലെത്തിയ സുഭാഷും നിധിയും തോമസ് ഏട്ടൻ വരുന്നതുവരെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം എത്തിയ ഉടനെ സുഭാഷ് പണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. പണം തിരികെ കിട്ടിയെങ്കിലും തോമസ് ഏട്ടൻ്റെ വിഷമം മാറിയിരുന്നില്ല. സുഭാഷെ, സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ കണ്ടത്. ഓഫീസിൽ CCTV ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സത്യം അറിഞ്ഞു. പണം കാണാതായപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടും അവൻ എന്നെ നോക്കി കള്ളം പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നു. ഈ ചതി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് തോമസ് ഏട്ടൻ. നിധിയും സുഭാഷും സുധീഷിൻ്റെ തെറ്റിന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. തുടർന്ന് നിധി അല്പനേരം പുറത്തു നിർത്തിയതിന് ശേഷം സുഭാഷ് ആണെങ്കിൽ തോമസ് ഏട്ടൻ്റെ കൈകൾ പിടിച്ച് കരയുന്നുണ്ട്. തോമസ് ഏട്ടാ, നിധി സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അവരിപ്പോൾ പരസ്പരം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ഈ കേസും ജയിലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാവി തകരും. ഞാൻ കാലിൽ പിടിക്കാം, കേസ് പിൻവലിക്കണമെന്ന് പറയുമ്പോൾ സുഭാഷിൻ്റെ ആ സ്നേഹവും സങ്കടമൊക്കെ കണ്ട് തോമസ് ഏട്ടൻ്റെയും മനസ്സലിഞ്ഞു പോവാണ്. പണം കിട്ടിയ സ്ഥിതിക്ക് താനിപ്പോൾ തന്നെ സ്റ്റേഷനിൽ വന്ന് പരാതി പിൻവലിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ സുധീഷിനോട് കോടതി കയറിയാൽ കിട്ടാൻ പോകുന്ന 3 മുതൽ 5 വർഷം വരെയുള്ള ജയിൽ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ നിധിയും സുഭാഷും തോമസ് ഏട്ടനോടൊപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. തോമസ് ഏട്ടൻ പരാതി പിൻവലിച്ചതോടെ ഇൻസ്പെക്ടർ സുധീഷിനെ ലോക്കപ്പിൽ നിന്നും തുറന്നുവിടാൻ ഉത്തരവിടുന്നു. ഇനി മേലാൽ മോഷണം നടത്തിയാൽ നേരെ ജയിലിലേക്കായിരിക്കുമെന്ന താക്കീതോടെ സുധീഷിനെയും തോമസ് ഏട്ടനെയും കൊണ്ട് സൈൻ ചെയ്യിച്ച പോലീസ് സുധീഷിനെ വിട്ടയക്കുന്നുണ്ട്. സ്റ്റേഷന് പുറത്തിറങ്ങിയ സുധീഷ് ഓടി വന്ന് തോമസ് ഏട്ടൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു.
എന്നാൽ തോമസ് ഏട്ടൻ കടുത്ത ദേഷ്യത്തോടെ സുധീഷിനെ തള്ളി പറയുന്നുണ്ട്. മാറി നിൽക്കട അങ്ങോട്ട്. നിന്റെ സുഭാഷ് ഏട്ടൻ്റെയും നിന്റെ ഭാര്യയുടെയും മുഖം നോക്കി മാത്രമാണ് ഞാൻ ഈ കേസ് പിൻവലിച്ചത്. ഇതോടെ നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇനി എൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് പറയുന്നുണ്ട് തോമസ് ഏട്ടൻ. അങ്ങനെ തോമസ് ഏട്ടൻ പോയതിനു ശേഷം സുഭാഷും സുധീഷിനെ കഠിനമായിട്ട് തന്നെ ശകാരിക്കുന്നുണ്ട്. സുഭാഷ് ഓട്ടോയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നിധിക്ക് സുധീഷിനോട് തനിയെ സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ രാത്രിയിൽ വഴിയിലൂടെ നടക്കുമ്പോൾ സുധീഷ് നിധിയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. നിന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ബിസിനസ് തുടങ്ങാൻ പണം കണ്ടെത്താനാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ കാരണം നീ എല്ലായിടത്തും അപമാനിതയായി എന്നോട് ദേഷ്യപ്പെടൂ നിധി എന്നെല്ലാം സുധീഷ് പറയുന്നുണ്ട്. എന്നാൽ നിധി ദേഷ്യപ്പെടുന്നതിന് പകരം സുധീഷിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ്റെ തോളിലേക്ക് ചായുന്നു. എന്നെ സഹായിക്കാനാണ് സുധീഷ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എനിക്ക് വലിയ ബിസിനസ് മോഹങ്ങളൊന്നുമില്ല സുധീഷേ. സുധീഷ് എനിക്ക് വേണ്ടി ഇനി കഷ്ടപ്പെടരുത് എന്നെല്ലാം നിധി സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്. ഇതേസമയം കിളിക്കൂട്ടിൽ മറ്റൊരു ദുരന്തം വിതയ്ക്കുകയാണ് സുഭാഷിൻ്റെ വാക്കുകൾ. സുഭാഷാണെങ്കിൽ വീട്ടിലെത്തി ഹരീഷിനോടും നികേഷിനോടും ഭാസ്കറിൻ്റെ മുന്നിൽ വെച്ചെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ ഹരീഷിനോടും നികേഷിനോടും നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. നമ്മുടെ വീടിനെ പറ്റി നാട്ടുകാർ അനാവശ്യം പറയുന്നത് കേട്ട് ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുക. മോഷണക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിധിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എത്ര സൗകര്യത്തോടുകൂടി ജീവിച്ച കുട്ടിയാ. ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ അവൾക്ക്? നിധിക്ക് എന്താ താമസിക്കാൻ സ്ഥലം കിട്ടില്ലേ? സുധീഷ് ചെയ്ത ഈ തെറ്റ് അവൾ ക്ഷമിക്കുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇത്രയൊക്കെ നടന്നതിന് ശേഷം അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ നമുക്ക് തടയാൻ പറ്റുമോ? ബാഗ് എടുത്ത് അവൾ തക്കലയ്ക്ക് പോകുമായിരിക്കും. അവളുടെ അച്ഛനും അമ്മയും വേണ്ട എന്ന് പറയില്ലല്ലോ. നിധി അവിടെ ചെന്ന് നിന്നാൽ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടിയിട്ട് അവളെ സ്വീകരിക്കും. നിധി ഇവിടെ താമസിക്കുന്നതാണ് അവരുടെ പ്രശ്നം. ഈ വീട് വേണ്ട എന്ന് പറഞ്ഞ് നിധി തിരിച്ചു ചെന്നാൽ അവർ നിധിയെ ചേർത്ത് പിടിച്ചോളും. എനിക്ക് പോലും തോന്നുന്നുണ്ട് നിധി ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന്. ഇത്രയും നാളും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ കുട്ടി ഈ വീട്ടിൽ താമസിച്ചത്. ഇനി നിധി ഈ വീട്ടിൽ താമസിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിധി ജോലി ചെയ്യുന്ന ഓഫീസിലെ ഓണറുടെ ഓഫീസ് അങ്ങനെ ഓട്ടോ ഓടുകയായിരുന്നു ആ കുട്ടി. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അത്രയേ ഉള്ളൂ, എല്ലാം അവസാനിച്ചു. ഇനി ആ കുട്ടി നമ്മുടെ വീട്ടിൽ താമസിക്കില്ല എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ സുഭാഷേട്ടാ എന്ന് ഹരീഷ് പറയുന്നതും സുഭാഷ് പറയുന്നുണ്ട്, എടാ ഹരീഷേ, ഇതാദ്യത്തെ തവണയാണോ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്ര തെറ്റുകളാണ് ചെയ്യുന്നത്. ആ കുട്ടി എത്ര കാലം ഇതെല്ലാം സഹിക്കും? ഇതെല്ലാം കൂടി കേട്ട് ടെൻഷനോടുകൂടി പുറത്തു നിൽക്കുന്നുണ്ട് ഭാസ്കരൻ. തുടർന്ന് സുഭാഷ് പറയുന്നുണ്ട്, നമുക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഏട്ടത്തിയെ കൈയോടെ കൂട്ടിക്കൊണ്ടു വരേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, സുധീഷിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിധി പോയി. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ചെയ്ത തെറ്റിന് അവനെ നന്നായിട്ട് വഴക്ക് പറയും എന്നാണ് തോന്നുന്നത്. നിധി ഇനി ഇവിടേക്ക് വന്ന് ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് പോകരുതെന്ന് പറയാൻ നമ്മുടെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? എല്ലാം അവസാനിച്ചു. ഇനി എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാലോ. കള്ളം പറയേ മോഷ്ടിക്കുകയോ നിങ്ങൾക്കൊക്കെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത്? എനിക്ക് പോലും എന്നോട് വെറുപ്പ് തോന്നുകയാണ്. ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാം. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് നിരാശയോടെ അകത്തേക്ക് പോകുന്നു, മനസ്സുമെടുത്തിട്ട്. അപ്പോൾ ഭാസ്കരനാണെങ്കിലും വളരെ വിഷമത്തോടു കൂടി ആലോചിച്ച് ബെഡിലിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് നിധിയാണെങ്കിൽ സുധീഷിനെയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ കിളിക്കൂട്ടിൽ പഴയ ആ സന്തോഷം വീണ്ടും എത്തുന്നു. അപ്പം നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്